Uzbekistan is the cheapest country in the world. The world cheapest country is Uzbekistan. എന്ന ഈ തംബ്നെയിൽ ഉണ്ടല്ലോ, ഇത് കണ്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ പല യൂട്യൂബ് ചാനലിലും ഞാൻ ഇതുപോലെയുള്ള തംബ്നെയിൽ കണ്ടിട്ടുണ്ട്. അത് എത്രമാത്രം ശരിയാണ് എന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ ജീവിത ശൈലിയും ഞാൻ നിങ്ങളെ ഇതിലൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. ഞാൻ ഉസ്ബെക്കിസ്ഥാനിലാണ് താമസിക്കുന്നത്. ഉസ്ബെക്കിസ്ഥാനിൽ 12 റീജിയണായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലെ ഒരു റീജിയണിൽ ഹൊറൈസൺ എന്ന റീജിയണിലെ ഉർഗഞ്ച് എന്ന സ്ഥലത്ത് ആണ് ഞാൻ താമസിക്കുന്നത്. അതിൻ്റെ ക്യാപിറ്റലാണത്. ഹൊറൈസൺ റീജിയൻ്റെ ക്യാപിറ്റലാണ് ഉർഗഞ്ച്. ആ ഉർഗഞ്ചിലെ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബസാറാണിത്, ഡക്കൻ ബസാർ. അതിലോട്ടാണ് ഞാനും ഫാമിലിയും കൂടെ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഞങ്ങൾ ഒരാഴ്ചക്കുള്ള സാധനം വാങ്ങി വെക്കാറാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ താമസിക്കാൻ നല്ല ഒരു കാലാവസ്ഥയാണ്. സ്പ്രിംഗ് സീസണാണ് ഇപ്പോൾ ഇവിടെ, ഏപ്രിൽ മെയ് മാസം. നന്നായിട്ട് നല്ല സുഖമായിട്ട് താമസിക്കാം. അധികം ചൂടും ഉണ്ടാവില്ല, അധികം തണുപ്പും ഉണ്ടാവില്ല. അപ്പോൾ ഉസ്ബെക്കിസ്ഥാൻ്റെ കാലാവസ്ഥ എന്ന് പറയുന്നത് നല്ല ചൂടും നല്ല തണുപ്പാണ്. കൊടും തണുപ്പായിരിക്കും. മൈനസിലോട്ടൊക്കെ തണുപ്പ് പോവും. അതേപോലെ തന്നെ ചൂട് 40 ഡിഗ്രി അബോവ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു നല്ല കാലാവസ്ഥ തന്നെ. എന്നാലും ഇട ദിവസങ്ങളിൽ ഇപ്പോൾ തണുപ്പ് കൂടും. എന്നാലും മൈനസിലോട്ടൊന്നും എത്താറില്ലെങ്കിലും തണുപ്പ് കൂടും. ചിലപ്പോൾ കോട്ട് ഉപയോഗിക്കേണ്ടി വരും. എന്തായാലും കോട്ടൊന്നും ഉപയോഗിക്കാതെ നല്ല സുഖമായിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങാം. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരൊന്നും കോട്ടിടാത്തതുകൊണ്ട് അവരുടെ ഡ്രസ്സിങ്ങും അവരുടെ ശൈലിയും ഡ്രസ്സിങ് ശൈലിയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏകദേശം യൂറോപ്യൻ സ്റ്റൈലിനോട് കിടപിടക്കുന്ന ഒരു സ്റ്റൈലാണ് അവരുടെ ഡ്രസ്സിങ്. മുസ്ലിംസാണ് ഇവിടെ കൂടുതലുള്ളത്. 93% മുസ്ലിംസാണ്. ബാക്കി കുറച്ച് ക്രിസ്ത്യൻസേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ. ഇവിടെ മുസ്ലിംസ് ആണെങ്കിലും ചിലരെ ഹിജാബ് ധരിക്കാറുള്ളൂ, ചിലർ ഹിജാബ് ഒന്നും ധരിക്കില്ല. യൂറോപ്യൻ സ്റ്റൈലിലാണ്. ഞങ്ങളിപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങുകയാണ്. ഓരോന്നിൻ്റെ സാധനങ്ങൾ വില ഞങ്ങൾ ചോദിക്കുകയാണ്. ഓരോ സാധനത്തിൻ്റെ പേര് പറഞ്ഞാലൊന്നും അവർക്ക് മനസ്സിലാവില്ല. കാരണം അവർക്ക് ഇംഗ്ലീഷ്, മിക്ക ആൾക്കാർക്കും ഇംഗ്ലീഷല്ല. പ്രത്യേകിച്ച് ഈ ബസാറിൽ ആർക്കും ഇംഗ്ലീഷ് അറിയില്ല. സിമ്പിൾ ഇത് ക്യാബേജ് എന്ന് പറഞ്ഞാൽ അത് എന്താണെന്ന് പറയാൻ അറിയില്ല. അവർ ഉസ്ബെക്കിലാണ് പറയുക. അതേപോലെ നമ്പേഴ്സും അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല, തീരെ അറിയില്ല. നമ്പേഴ്സ് ആണെങ്കിലും ചെറിയപ്പം മുട്ട, അത് എഗ്ഗ് എന്ന് പറഞ്ഞാൽ അവർക്കത് അറിയില്ല. ഇവിടെ മുട്ടയ്ക്ക് ടിപ്സും എന്നാണ് പറയില്ല. അത് പറഞ്ഞാൽ അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാനൊക്കെ തൊട്ടിങ്ങനെ കാണിച്ചു കൊടുക്കാറാണ്. തൊട്ട് കാണിച്ച് മുച്ചസോം എന്ന് ചോദിക്കല. അപ്പോൾ ഒരു നമ്പർ, ഒരു കാൽക്കുലേറ്റർ അടിച്ചു തരും, അല്ലെങ്കിൽ നമ്പർ ഫോണിൽ അടിച്ചു തരും. ഒരു പറയും, നമുക്കും മനസ്സിലാവില്ല. ഞാൻ തുടക്കമായിരുന്നു ഒന്നും മനസ്സിലായിരുന്നു. പിന്നെ ഇപ്പോൾ കുറേയൊക്കെ മനസ്സിലാകാൻ തുടങ്ങി. ഇപ്പോൾ ഇതിൻ്റെ സീസണാണ്, സ്ട്രോബെറീൻ്റെ സീസണാണ് ഇപ്പോൾ. സ്ട്രോബെറി എന്നാലും വിലയാണ് ഇതിനൊക്കെ. 15,000 ആണ് അതിന് പറഞ്ഞത്. 15,000 നമ്മുടെ നാട്ടിലെ ഒരു 100 രൂപ വരും. സീസണായിട്ടും 100 രൂപയാണ്. സീസണായി തുടങ്ങുന്നേ ഉള്ളൂ. അതപ്പോൾ ഞാൻ ഒരു മാസം മുന്നേ വന്നപ്പോൾ തക്കാളിക്കൊക്കെ 35,000 ആയിരുന്നു. 35,000 ഒക്കെ 200-ൻ്റെ അടുത്ത് ഒക്കെ വന്നു. ഈ മാർക്കറ്റ് കാണാൻ നല്ല വൃത്തിയാണ്. ഇവർക്ക് പൊതുവെ ഉസ്ബെക്കിസ്ഥാനിൽ നല്ല വൃത്തിക്ക് നല്ല പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇതിലിവിടെ ഒരു ബാഡ് സ്മെല്ലോ ഒഴിച്ചയോ കാര്യമോ ഒന്നും ഉണ്ടാവില്ല. നല്ല വൃത്തിയാണ്. ഒരു തിങ്കളാഴ്ച ഇവർക്ക് മാർക്കറ്റ് ഓഫാണ്. അന്ന് ഒരു ക്ലീനിങ് ഡേറ്റാണ് ആചരിക്കൽ. ക്ലീൻ ചെയ്യുന്ന ദിവസമാണ്. അവർ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് തന്നെ 10 മണിയാണ്. അവരുടെ ടൈമറിന് 10 to 6 ആണ്. 6 മണിയാകുമ്പോഴത്തേന്, വൈകുന്നേരം 6 മണിയാകുമ്പോഴത്തേന് തന്നെ അവരുടെ കടകളൊക്കെ അടച്ച് അവരുടെ വീട്ടിലോട്ട് പോകും. ഇപ്പോൾ ഈ സ്പ്രിംഗ് സീസണിൽ തന്നെ നേരെ ഇട്ടാണെങ്കിൽ 8 മണി കഴിയണം എങ്കിൽ, അപ്പോൾ എന്നാലും അവർ 6 മണിക്ക് തന്നെ അവരുടെ പണിയൊക്കെ നിർത്തി ഒരു വീട്ടിലോട്ട് പോകും. ഈ സ്പ്രിംഗ് സീസൺ ആയതുകൊണ്ട് തന്നെ കച്ചവടങ്ങളൊക്കെ പുറത്ത് കാണുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. അതിൻ്റെ ഒരു പന്തൽ അതിൻ്റെ ഉള്ളിലായിരിക്കും അവർ കച്ചവടം ചെയ്യുന്നത്. ഇപ്പോൾ നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ അവർ പുറത്തൊക്കെ കച്ചവടം ചെയ്യും. അധികം ഈ ബസാറിലുള്ളത് ലേഡീസാണ് അധികം കച്ചവടം ചെയ്യുന്നത്. അതുപോലെ തന്നെ അവരുടെ കഴുത്തിൽ കണ്ടൊരു കെട്ടിയിട്ടുള്ളത് കങ്കാരുവിൻ്റെ പോക്കറ്റ് പോലെ കെട്ടിയിട്ട് അവരുടെ പൈസ അതിലിട്ട് വെച്ചിട്ടാണ് ഒരു
കച്ചവടം ചെയ്യുന്നത്. അതിലാണ് അതിൽ പൈസ ഇടുന്നത്. അതിന് കുക്കുംബറിൻ്റെ സീസണാണ് ഇപ്പോൾ. കുക്കുംബറിന് ഇവിടെ 11,000 സോമാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു 72 രൂപയോളൊക്കെ വരും. നമ്മളെ പിന്നെ അവരുടെ സോമാണ് അവരുടെ കറൻസി. എന്നാലും ചില ട്രാൻസാക്ഷൻ ഡോളറിലും അവർ ചെയ്യാറുണ്ട്. വലിയ സംഖ്യകളൊക്കെ ഡോളർ ചെയ്യും. അല്ലെങ്കിൽ ആയിരങ്ങളാണ് ഇവിടെ ഓരോന്നിൻ്റെ വില. 1000-ലാണ് തുടങ്ങുന്നത് തന്നെ. 1 രൂപ എന്ന് പറയുന്നത് ഇവിടുത്തെ 152 സോമാണ്. ഇവിടുത്തെ ഒരുവിധം സ്ത്രീകൾക്കും ജോലി ചെയ്യും. എല്ലാ ജോലിയും അവർ ചെയ്യും. എല്ലാ ഷോപ്പുകളിലും മിക്ക ഷോപ്പുകളിലും നമുക്ക് സ്ത്രീകളെ കാണാൻ പറ്റും. ഇത് കണ്ടോ, തുക്സ് എന്ന് എഴുതിയത്, അത് ഉസ്ബക്കിലാണ് എഴുതിയത്. പക്ഷേ അത് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് പോലെയാണ് ഉസ്ബക്ക് ലെറ്റേഴ്സ്. അത് അങ്ങനെ തന്നെയാണോ പ്രൊണൗൺസ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. തുക്സും 1000, ഒരു മുട്ടയ്ക്ക് 1000 സോമാണ്. നമ്മുടെ നാട്ടിൽ 7-8 രൂപയ്ക്ക് വരും ഒരു മുട്ടയ്ക്ക്. ഇതാണ്ടോ കുറേ തൈകൾ വിൽപ്പന. കുറേ റോസുകളാണ് കുറേ കാണുന്നത്. റോസുകൾ, മുന്തിരി വള്ളികൾ കാണുന്നുണ്ട്. അത് പലതരത്തിലുള്ള റോസുകളുണ്ട്. ഒരു ഗാർഡൻ നന്നായിട്ട് ഓരോ വീടിൻ്റെ മുറ്റത്തും ഗാർഡൻ ഉണ്ടാവും. അതിൽ ഒരു മുന്തിരി, പിന്നെ മത്തൻ, പിന്നെ പൂക്കൾ, പലതരത്തിലുള്ള റോസുകൾ, പൂക്കൾ ഇവിടുന്ന് വാങ്ങിയിട്ട് ഈ സീസണിലാണ് ഇപ്പോൾ വെക്കുക. സ്പ്രിംഗ് സീസണിലാണ് ഇവർ തൈകളൊക്കെ നടുക. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ പല തരത്തിലുള്ള തൈകൾ കാണും. ഇവർക്ക് ഫ്രൂട്ട്സ് മെയിനായിട്ടുള്ളവർക്ക് മുന്തിരിയും, ആപ്പിള്, ആപ്രിക്കോട്ട്, ഓറഞ്ച് അങ്ങനെ ഇതൊക്കെയാണ്. മുന്തിരി ഒന്നും ഇപ്പോൾ മാർക്കറ്റിൽ എത്തി തുടങ്ങിയിട്ടില്ല. അപ്പോൾ മുന്തിരിയൊക്കെ ഇങ്ങനെ ഉണ്ടായി വരുന്നേ ഉള്ളൂ. ഒരു ആപ്പിളിന് ഓൽമ എന്നാണ് പറയുന്നത്. ആപ്പിൾ എന്ന് പറഞ്ഞാലൊന്നും ഇവർക്ക് മനസ്സിലാവില്ല. ഓൽമ എന്ന് പറഞ്ഞാലേ ഇവർക്ക് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ ഇവിടുത്തെ അരിക്കൊക്കെ വില വരുന്നത് 14,000 മുതൽ 20,000 വരെയൊക്കെയാണ്. അതൊക്കെ 100 രൂപേൻ്റെ അടുത്തും 100 രൂപേൻ്റെ മുകളിലൊക്കെ ആയി. അതേപോലെ തന്നെ പഞ്ചസാരക്ക് 15,000 16,000 സോമൊക്കെയാണ്. അതും 100 രൂപേൻ്റെ മേലെ പോയി. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വില നിലവാരങ്ങൾ. ഇവർ അരിയും ഗോതമ്പൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ പശുക്കളെ വളർത്തുന്ന. അവർക്ക് വൈക്കോലും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. മെയിനായിട്ട് ഇവരുടെ വരുമാന മാർഗം എന്ന് പറഞ്ഞാൽ കൃഷിയും കച്ചവടമൊക്കെ തന്നെയാണ്. പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളും, പിന്നെ അരി, ഗോതമ്പ്, നട്ട്സുകൾ, ഇതൊക്കെ അവർ പിന്നെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഇവിടെ ആപ്പിളിൻ്റെ സീസൺ ആവാത്തതുകൊണ്ട് തന്നെ ആപ്പിൾ ഇങ്ങനെ ചെറുതാണ് ഇപ്പോഴും. സീസൺ ആവാത്തതുകൊണ്ട് അതിന് വില കൂടുതലാണ്. പല കളറിലുള്ള ആപ്പിൾ കാണാം. കണ്ടില്ലേ നിങ്ങളൊക്കെ. ഇവിടെ കച്ചവടക്കാരൊക്കെ അധികം സ്ത്രീകളാണ് ഈ ബസാറിലുള്ളത്. മെയിനായിട്ട് ഇവിടെ സീസണൽ കച്ചവടങ്ങൾ തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇനിയും മുന്തിരിയും മറ്റു ഫ്രൂട്ട്സൊക്കെ പിന്നെ കച്ചവടത്തിന് വരികയായിരിക്കും. ഇപ്പോൾ അങ്ങനെ ബനാന ഇവിടെ റോബസ്റ്റ് ബനാന മാത്രമാണ്. അതിന് നല്ല വിലയാണ്. അത് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ഇതിന് വില കൂടുതലാണ്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെ ഇല ടൈപ്പുകൾ, മല്ലിച്ചപ്പ് പോലെയുള്ള സാധനങ്ങൾ, പിന്നെ ഉള്ളിത്തൂമ്പ്, റാഡിഷാണ് അത് കാണുന്നത്. അതൊക്കെ അവരിത് സാലഡായിട്ട് ഉപയോഗിക്കുന്നതാണ്. അങ്ങനെ പച്ചക്ക് ഇങ്ങനെ സാലഡ്. അതിൽ ഈ മുളക് നമുക്ക് കാണാം, ക്യാപ്സിക്കം മോഡലുള്ള ഇത് ബജി ഉണ്ടാക്കുന്ന ടൈപ്പ്. പക്ഷേ ഈ എരിവുള്ള മുളകുകൾ ഇവർ ഉപയോഗിക്കാറില്ല. ഇവരെ ഫുഡിലൊന്നും എരിവുണ്ടാവില്ല. ഫുഡ് തീരെ സ്പൈസി ഇവർക്ക് തീരെ കഴിക്കാൻ കഴിയില്ല. അപ്പോൾ അതിലൊക്കെ ഈ ഇലകളും സാലഡായിട്ട് ഉപയോഗിക്കും. അതേപോലെ തന്നെ സൂപ്പ് ഉപയോഗിക്കും. ഇങ്ങനെ ക്യാപ്സിക്കം ഉപയോഗിക്കും. അങ്ങനെയൊക്കെയാണ്. എരിവുള്ള മുളക് ഞാൻ ഇവിടെ കണ്ടിട്ടില്ല. അങ്ങനെ എരിവ് അവരുടെ ഭക്ഷണത്തിലില്ല. അവർക്ക് എരിവ് തീരെ കഴിയില്ല കഴിക്കാൻ. പിന്നെ ചീര കാണാൻ, ചുവപ്പ് ചീര, പച്ച ചീര ഒക്കെ കാണാം. അത് അവരെങ്ങനെ ഉപയോഗിക്കലെന്ന് അറിയില്ല. അങ്ങനെ നിങ്ങൾ കണ്ടില്ലേ, ക്യാപ്സിക്കം, പലതരത്തിലുള്ള ക്യാപ്സിക്കങ്ങൾ അത് ഇവർ കൃഷി ചെയ്യുന്നുണ്ട്. എന്നാലും ഇതിനൊക്കെ നല്ല വില തന്നെയാണ്. കൃഷി ഇവിടെ ഇപ്പോൾ ഞങ്ങളെ തൊട്ടടുത്തൊക്കെ ഇവിടെ ഇങ്ങനെ അവർ പിന്നെ തൈകൾ നട്ടിട്ടേ ഉള്ളൂ. ഇത് ഇനി ഒരു ഇമ്പോർട്ട് ചെയ്തിട്ടാണോ എന്നറിയില്ല. അതിന് തക്കാളിക്ക് ഒരു പൊമിഡോർ എന്ന് പറയുന്നത്. പൊമിഡോർ ഇതിന് ഇപ്പോൾ വില 19,000 ഇപ്പോൾ വില. അങ്ങനെ അതേപോലെ തന്നെ വഴുതനം കണ്ടു ഇവിടെ. അതുപോലെ തന്നെ പച്ചക്കറിയായിട്ട് നമ്മൾ നാട്ടിൽ കാണുന്ന മത്തനുണ്ട്. മത്തന് ഒരു കറി വെക്കാനല്ല ഉപയോഗിക്കുന്നത്. ഇവർക്ക് കറിയില്ല. ഒരു സംസയിലോ അങ്ങനെയൊക്കെ ഇട്ട് കാണ്ടാണ് അങ്ങനെ ഉപയോഗിക്കാറ് അവർ.
ഇനി നമ്മൾ അച്ചാർ, ഇത് സോസേജുകളൊക്കെയാണ്. ഇങ്ങനെ അച്ചാറുകൾ, ഇത് ക്യാബേജ് അച്ചാർ, കുക്കുംബർ, ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, അങ്ങനെ മല പോലെ കുന്നു കൂട്ടിയിരിക്കുന്ന സുർക്കയിലിട്ടത്. അത് ഈ സീസൺ ആകുമ്പോൾ അവർ അതിടും. ഇതൊക്കെ ഓരോ പാർട്ടിക്കും ഒരു വിളമ്പാറുണ്ട്, ഓരോ നല്ല പാത്രത്തിൽ, നല്ല ഭംഗിയുള്ള പാത്രത്തിൽ. ഇങ്ങനെ ഈ കളറുകൾ നല്ല രസമാണ് ഓരോ പാർട്ടിക്ക് ഇതിങ്ങനെ വിളമ്പി. അങ്ങനെ ഒരു മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഭക്ഷണമാണ് ഈ അച്ചാറുകൾ. ഇതിനെന്താ ഒരു പറയുകയെന്ന് എനിക്കറിയില്ല. നല്ല ഭംഗിയാണ്. അതിൻ്റെ ഇടയിൽ അവർ സ്ത്രീകൾ നല്ല ഭംഗിയുണ്ട്. ആ കളർ കോമ്പിനേഷൻ്റെ ഇടയിൽ അവരും നിൽക്കുന്നത് കാണാനും. അവർ കണ്ടില്ല ആ പോക്കറ്റ്, എല്ലാ സ്ത്രീകൾക്കും അങ്ങനെ ഉണ്ട്, ഇങ്ങനെ ഒരു പൈസ ഇടുന്ന പോക്കറ്റ്. അവർക്ക് നമ്മളെ കാണുമ്പോൾ നല്ല അത്ഭുതമാണ്, ആശ്ചര്യത്തോടെ നോക്കുക, നമ്മളോട് സംസാരിക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും. ഇങ്ങനെ നല്ല ഭംഗിയിൽ നിൽക്കുന്ന നല്ല അടിപൊളി ആണ് കാണാൻ. ആ വെള്ള കാണുന്ന ക്യാബേജാണ്, ആണ് കുക്കുംബർ, ഇത് ബീറ്റ്റൂട്ട്. ഇങ്ങനെ പയറുവർഗ്ഗം കൂടെ കാണുന്നത്, ഇത് ചെറുപയർ, വൻപയർ, പിന്നെ നിലക്കടല കാണുന്നത്. നിലക്കടലുണ്ട് നട്ട്സിൻ്റെ കൂട്ടത്തിൽ. അതുപോലെ തന്നെ വെള്ളക്കടൽ, ബാക്കിയുള്ളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഗ്രീൻ പീസും ഉണ്ട്. ഇനി ഇത് ബ്രെഡുകളുടെ ലോകമാണ്. ഇത് ബ്രെഡാണ്. ഇതൊക്കെ തൊട്ടാൽ ഭയങ്കര ഹാർഡാണ്. ഇത് കല്ല് പോലെ നിൽക്കും. ഇത് കണ്ട് എഴുതി വെച്ച് കണ്ടില്ല, ഇംഗ്ലീഷാ തോന്നും വേണമെങ്കിലും. ഇതൊക്കെ ഉസ്ബക്കാട്ടോ. ഉസ്ബക്ക് ലെറ്റേഴ്സൊക്കെ ഇംഗ്ലീഷിനെ പോലെയാണ്. ഇത് അവർ ഉപയോഗിക്കുന്ന നോനാണ്, ആ വലിയ വട്ടത്തിലുള്ളത്. വലിയ വട്ടത്തിലുള്ളത് നോനാണ് അവരുടെ ഒരു ഭക്ഷണം. അങ്ങനെ അവരുടെ മെയിനായിട്ടുള്ള ഭക്ഷണം. എല്ലാ പാർട്ടിയിലും ഒരു മെയിനായിട്ട് വെക്കുന്ന ഒരു സാധനമാണ് നോന്. നമ്മൾ പാർട്ടിക്ക് പോകുമ്പോൾ നമ്മളും ഗിഫ്റ്റ് കൊണ്ടുപോകണം. അത് ചിലരൊക്കെ കൊണ്ടുപോകുന്നത്, മിക്കവാറും കൊണ്ടുപോകുന്ന ആളുകൾ ഈ നോനായിരിക്കും. നമ്മൾ പാർട്ടി കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ അവർ നമുക്ക് തിരിച്ചും തരും. എന്തെങ്കിലും സ്വീറ്റ്സും ഈ നോനും കാര്യങ്ങളൊക്കെ നമുക്ക് തിരിച്ചു തരും. ഇതിൻ്റെ ഇടയിൽ തന്നെ ഉണ്ട്, ഇതൊക്കെ തൊട്ടുമൊക്കെ നല്ല ഹാർഡായിട്ട് നിൽക്കും. എങ്ങനെ അവർ കഴിക്കുന്നതെന്ന് അറിയില്ല. ഇതിൻ്റെ ഇടയിൽ തന്നെ ബിസ്ക്കറ്റുകളും അതേപോലെ പിന്നെ തുറന്നാ വെക്കുക. നമ്മൾ വിചാരിക്കും അത് തണുത്തോയി ഉണ്ടാവും, പക്ഷെ തണുത്തിട്ടൊന്നും ഉണ്ടാവില്ല. അതിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ ഇതായിരിക്കും തോന്നുന്നു. എല്ലാ കടയിലും തുറന്ന് ഇങ്ങനെ വെച്ചിരിക്കും. പിന്നെ ഇത് ഇറച്ചി, പല ഒരു മീറ്റ്, പല ഭാഗങ്ങളും ഒരു ഇറച്ചിക്കുന്ന കാലുണ്ടില്ലേ, ക്യൂടെക്സ് ഇട്ട പോലെ, അത് പോത്തുംകാല്, അങ്ങനെ പല ഭാഗങ്ങളും. അപ്പോൾ കോഴീൻ്റെ ഭാഗത്ത് പോയാൽ കോഴീൻ്റെ പാർട്സുകൾ വേറെ. കോഴി അത് നമുക്ക് കോഴിയും കിട്ടുന്നത് നമുക്ക് സ്കിന്നോട് കൂട്ടിയിട്ടുള്ള കോഴിയാണ് കിട്ടുക. അത് നാടൻ കോഴിയുണ്ട്, നമ്മുടെ ബ്രോയിലർ കോഴിയുണ്ട്. ഇത് പിന്നെ കാളകളൊക്കെ വളർത്തുന്നവർക്കുള്ള കാര്യങ്ങളായിരിക്കും. അത് കത്തി മുറിച്ചിട്ടുന്ന ആളെ നമ്മൾ കണ്ടത്. ഇവിടെ ഇറച്ചിക്ക് വില എന്ന് പറയുന്നത് 75,000, 60,000, 80,000ഒക്കെയാണ് വില. പുറത്ത് നമ്മൾ വാങ്ങുമ്പോൾ 1,00,000 രൂപ കൊടുക്കുക, 1,00,000 സോമ് കൊടുക്കണം. അത് നമ്മൾ എത്ര വരുന്നോ, 75,000 എന്നൊക്കെ പറയുന്നത് 500 രൂപയോളം വരുന്നുണ്ട് ഒരു കിലോ ഇറച്ചിക്ക് ഇവിടെ. അങ്ങനെ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ 1,00,000, അത് 650 രൂപയോളം അത് വരുന്നുണ്ട്. പിന്നെ ഇറച്ചിക്കൊക്കെ നല്ല വിലയാണ്. ഇതൊക്കെ അല്ലേ പോത്തിൻ്റെ കാല് ക്യൂടെക്സ് ഇട്ടോ നല്ല ഭംഗിയിൽ ഒരു ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കാണാൻ ഇവിടെ ഒരു സ്മെല്ല്, ബാഡ് സ്മെല്ലൊന്നും ഇല്ല കേട്ടോ. നല്ല ഈച്ചകളും കാര്യങ്ങളൊന്നുമില്ല, നല്ല നീറ്റാണ് ഇവിടെയൊക്കെ. ഇവിടെയൊക്കെ പോവാനും. ഇത് പുറം ഭാഗമാണ്. ഇനി ഉള്ളിലുണ്ട്, ഇതിൻ്റെ ഉള്ളിലും ഒരു കച്ചവടം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ സ്പ്രിങ് ആയതുകൊണ്ട് പുറത്ത് വെച്ചതായിരിക്കും. ഇത് ഉള്ളിൽ വിൻ്ററിലൊക്കെ ഒരു ഉള്ളിൽ കയറുമായിരിക്കും. ഒക്കെ ഉള്ളിലും ഇതേപോലെ തന്നെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നുണ്ട്. അവിടെ ഈ ഇറച്ചി കച്ചവടമൊക്കെ ഞാൻ കണ്ടത് കുറേ ജെൻസാണ്, ലേഡീസ് അങ്ങനെ ഇവിടെ ഇല്ല. പച്ചക്കറി ഭാഗം ഫ്രൂട്ട്സിൻ്റെ ഭാഗമാണ് ലേഡീസിനെ കണ്ടത്. പിന്നെ നമുക്ക് അധികം ഷോപ്പുകളിലും ലേഡീസിനെ തന്നെ കാണാം. ഇത് അവരെ പരമ്പരാഗത പാത്രമാണ്. ഇത് കോള കണ്ടില്ല, ഒരു കോള നന്നായിട്ട് കഴിക്കും. ഇത് ഉണക്കമീനാണ്. ഇത് ഉസ്ബെക്കിസ്ഥാൻ പറഞ്ഞത് ഡബിൾ ലാൻഡ് ലോക്ക്ഡ് കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കടലില്ലാത്തതുകൊണ്ട് തന്നെ ഇവർക്ക് മെയിനായിട്ട് ഇവരുടെ മെനുവിൽ മീനില്ല.
മീനുണ്ടല്ലോ നടു പൊളിച്ചിട്ട് ഉണക്കിയിട്ട് വെക്കുന്നത്. ഇവിടെ ഒന്നും സ്മെല്ലില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഉണക്ക മീൻ കച്ചവടം എന്ന് ചെയ്യുമ്പോൾ നല്ല സ്മെല്ലുണ്ടാവുമല്ലോ. ഇവിടെ ഒരു സ്മെല്ലും കാര്യങ്ങളും ഇല്ല. അതിൽ കൂടെ നല്ല ഈസി ആയിട്ട് നടക്കാം, മൂക്ക് പൊത്തൊന്നും വേണ്ട. അങ്ങനെ പിന്നെ മീൻ വരെ മെനുവിൽ ഇല്ലേന്നുണ്ടാവില്ല. ഇതെന്താ ചെയ്യലെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു ഡിഷ് ഞാൻ പാർട്ടിക്ക് പോയപ്പോഴും കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അവരെന്താ ചെയ്യലെന്ന് അറിയില്ല. ഇത് നട്ട്സുകളുടെ ലോകമാണ്. നട്ട്സ് പല തരത്തിലുള്ള നട്ട്സുകളുണ്ട്. ഫുന്തുക്ക്, ആൽമണ്ട്, പിന്നെ ആപ്രിക്കോട്ടിൻ്റെ കുരു അതും ഉണക്കിയിട്ടുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പും കിട്ടും. ഇവിടെ അണ്ടിപ്പരിപ്പൊക്കെ 1 ലക്ഷത്തിൻ്റെ മേലെയാണ് ഓരോന്നിൻ്റെ വില. ഇതൊക്കെ ഒരു പാർട്ടിക്ക് നല്ല സ്വർണ്ണ പാത്രത്തിൽ വെച്ചിങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ്. ഇതൊക്കെ അത് പാർട്ടിയിൽ ആദ്യത്തെ ഒരു ഘട്ടത്തിൽ ഇവരൊക്കെ ഈ നട്ട്സുകൾ വെക്കും. അതിൻ്റെ കൂടെ തന്നെ സ്വീറ്റ്സും വെക്കും, കേക്കും പലതരത്തിലുള്ള മിഠായും കാര്യങ്ങളൊക്കെ വെക്കും. അതുപോലെ ഫ്രൂട്ട്സും. പിന്നെയാണ് അവരുടെ മെയിനായിട്ടുള്ള മെനു വരുന്നത്, ഡിഷ് വരുന്നത് പലാവ്, സംസ കാര്യങ്ങളൊക്കെ പിന്നെ അടുത്ത സ്റ്റെപ്പിലാണ് വരുന്നത്. നമ്മൾ ഒരു പാർട്ടിക്ക് പോകുമ്പോൾ അവിടെ അങ്ങനെ ഇരിക്കണം. കുറേ നേരം നമ്മൾ ഇരുന്ന് ഇതിങ്ങനെ മെല്ലെ മെല്ലെ കഴിച്ച് നമ്മൾ എണീറ്റ് പോരോളം ഇതിൻ്റെ മുന്നിൽ തന്നെ ഇരിക്കുക കുർപ്പച്ചയിലേ ഇരിക്കുക. ഞങ്ങൾ ഇങ്ങനെ കുർപ്പച്ചയിൽ ഇരുന്നിട്ട് നമ്മളവിടെ കുർപ്പച്ചയിൽ ഇരുത്തും. എന്നിട്ട് നമുക്ക് ഈ ഡിഷൊക്കെ ഇങ്ങനെ വിളമ്പി അവിടെ ഡെക്കറേറ്റ് നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇതൊക്കെ നോനുകളാണ്. പക്ഷേ ഓരോന്നിനും ഓരോ പേരുകളുണ്ട് കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് പാത്തിർ പറഞ്ഞ ഒരു വലിയ ഒരു റൊട്ടി വാങ്ങി. പാത്തിർ എന്നാണ് പേര് പറഞ്ഞത്. ഒരു പൊറാട്ടനെ പോലെ, എന്നാൽ പൊറാട്ടൻ്റെ അത്ര ടേസ്റ്റ് ഇല്ല. ഇവർക്ക് പൊറാട്ടയൊന്നും അറിയില്ല, അത്ര ടേസ്റ്റ് ഇല്ലെങ്കിലും പൊറാട്ടനെ പോലെ തോന്നിക്കും. ഞങ്ങൾ വാങ്ങി. ഇത് ഞങ്ങൾ അതിന് ശേഷം ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റ് കയറിയിട്ട് ഇത് കഴിച്ചത് മാർക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അത് കാണാൻ ത്രികോണത്തിൽ കാണാൻ സംസയാണ്. ആ വട്ടത്തിൽ പോയി പൊരിഞ്ഞിരിക്കുന്നത് കത്തുഷ്ക എന്നാണ്. ഈ രണ്ടും ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. അതിൻ്റെ രണ്ടിൻ്റെ ഉള്ളിലും മീറ്റാണ് ഉള്ളത്. അങ്ങനെ ഞങ്ങൾ കഴിച്ചിറങ്ങി. ഇത് ചൂല് ഒരു മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ചൂല് ഇതാട്ടോ. കാരണം ഞങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് വാക്വം ക്ലീനർ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളൊക്കെ ഇതാണ് ഉപയോഗിക്കൽ. ഞങ്ങൾ ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് തന്നെ വിൻ്റർ സീസൺ നല്ല മൈനസൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ഒരു കാർപ്പറ്റാണ് വിൽക്കുക. ആ കാർപ്പറ്റിൻ്റെ മേലെ കാർപ്പറ്റ് തുടച്ച് വൃത്തിയാക്കുന്നത് ഈ ചൂല് ഉപയോഗിച്ചിട്ടാണ്. ഇത് ഒരു ബക്കറ്റിൽ മുക്കിയിട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ അടിച്ചും. അപ്പോൾ അടിക്കുമ്പോൾ അതിൻ്റെ പൊടിയും കാര്യങ്ങളും ഒക്കെ ഈ ചൂലുമ്പോൾ പോരും. ഒരു വെള്ളത്തിൽ മുക്കിയിട്ട് പിന്നെയും അങ്ങനെ നല്ല നല്ല നീറ്റാവും ഈ ചൂലുകൊണ്ടൊക്കെ അടിച്ച് വൃത്തിയാക്കിയാൽ. എനിക്ക് നന്നായിട്ട് നല്ല ഈസി ആയിട്ട് തോന്നി. നല്ല സുഖമാണ്. കാർപ്പറ്റൊക്കെ നന്നായിട്ട് വൃത്തിയാവും. ഇവരെ തൊടിയും മുറ്റമൊക്കെ ഇതുപോലുള്ള ചൂലുകൊണ്ട് തന്നെയാണ് ഒലടിക്കാർ. ഒരു ഇതുപോലെ തോന്നും. പുല്ലല്ല അത്, ഇതിങ്ങനെ കത്തായികൾ അങ്ങനെ വെച്ചിരിക്കുകയാണ്. സ്പ്രിങ് സീസൺ ആയതുകൊണ്ടാണ് ഇത് ഇങ്ങനെ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ഇനി മാർക്കറ്റിൽ നിന്ന് പുറത്തിറങ്ങാനായി.